Good morning. Good morning. Good morning. Good morning. Morning. Good morning, sister. Hi, Malini. Good morning. Morning, Ashil. മഴയും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലാസ് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് ഇല്ലാന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. Good morning, Sulashmi. ഇവിടേക്ക് എങ്ങനെയുണ്ട് മഴ? കറണ്ട് ഇല്ല, അതാണ് ഒരു പ്രശ്നം അല്ലെ. മരങ്ങൾ വീഴുന്നുണ്ട്, നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ മഴയിലും കൂടുതൽ കാറ്റാണ്. ചെറുതായിട്ട് മിന്നലും ഉണ്ട്, പകലും ഉണ്ട്, രാത്രി മിന്നല് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ ഒരു സമയം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്, അറിയാലോ നിങ്ങൾക്ക്. ഈ ഒരു സമയത്ത് സ്കൂള് തുറക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണല്ലേ. കുട്ടികള് ശരിക്കും ഈ ഒരു സമയത്ത് വെക്കേഷൻ തന്നാൽ മതിയെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ കറണ്ട് വരുന്ന സമയത്തൊക്കെ ഫോണൊക്കെ കറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത് ഇടാം. ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുക കേട്ടോ. അങ്ങനെയുള്ള നമ്മൾക്ക് പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും വയനാട് നിന്ന് ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. ഇനി ടീച്ചർ പറഞ്ഞതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേപോലെ നെറ്റ് ഇഷ്യൂസ് വരാനും കറണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കാം കേട്ടോ. ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും? യെസ്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം പതിയെ. 35 ആയി. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ഷാർപ്പ് സ്പില്ലേജ്, കെമിക്കൽ സ്പില്ലേജ്, റേഡിയോ ആക്റ്റീവ് ആൻഡ് ലബോറട്ടറി ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് നോക്കാം. Mercury leakage can be dangerous to human health and environment, and actual management is vital. Mercury ranges നമ്മൾ മറ്റ്
യൂസസ് പോലെയല്ല, മറ്റു വേസ്റ്റേജസ് വരുന്ന പോലെയല്ല, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഒരേപോലെ തന്നെ അപകടകരമായിട്ടുള്ളതാണ് മെർക്കുറി ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മെർക്കുറി ലീക്കേജ് ക്യാൻ ബി dangerous to human health and environment, and actual management is vital. Yes. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? എവിക്ട് ഏരിയ. ആ ഏരിയ നമ്മൾ ഒഴിപ്പിക്കണം. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. ഇപ്പൊ ഹോസ്പിറ്റൽ ഏതെങ്കിലും പ്ലേസസിൽ എന്താണ് മെർക്കുറി സ്പില്ലേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രദേശം നമ്മൾ ഒഴിപ്പിക്കണം, അല്ലെ? സ്പിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതിയിട്ട് നമ്മൾ അത് ഒഴിപ്പിക്കുക. ദെൻ എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിനെ വിവരം അറിയിക്കേണ്ടതാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എവിക്ട് ദ ഏരിയ. മെർക്കുറി സ്പില്ലേജിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എവിക്ട് ദ ഏരിയ. യെസ്. ദെൻ സെക്കൻഡ്, ടേക്ക് അവേ ജ്വല്ലറി. Take away jewelry from hands, wrists, so the mercury cannot combine with the valuable metals. എന്താണ് ടേക്ക് അവേ ജ്വല്ലറി എന്ന് പറയുന്നത്? ഈ മെർക്കുറിയും ജ്വല്ലറിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ജ്വല്ലറി മീൻസ് നമ്മുടെ ആഭരണങ്ങളാണ്. യെസ്, എന്ത് കണക്ഷൻ ആണ് വരുന്നത്? യെസ്, ഗോൾഡ് ആയിട്ട് അത് റിയാക്ട് ചെയ്യും, അല്ലെ? ഇത്തരം വാല്യുബിൾ മെറ്റൽസുമായിട്ട് അത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തില് ഒരിക്കലും എന്താണ് ജ്വല്ലറീസ് ഒന്നും ഉപയോഗിച്ചുകൊണ്ടാവരുത് മെർക്കുറി സ്പില്ലേജസ് എടുക്കുക. പ്രത്യേകിച്ച് റിസ്റ്റ് വാച്ചുകൾ അല്ലെങ്കിൽ റിംഗ് ഒക്കെ ഇടും, ചിലവരുടെ കയ്യിൽ റിംഗ് ഉണ്ടാവും. പിന്നെ മറ്റ് ഇപ്പൊ ചെയിൻ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ജ്വല്ലറി മാക്സിമം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ. യെസ്. പിന്നെന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Person should be suitable personal protective equipment, PPE, such as gloves, goggles, respirators, before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. ഇനി നമ്മള് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ആ സ്പിൽ ഏരിയയിലേക്ക് കടക്കാനായിട്ട്. പ്രത്യേകിച്ച് എന്താണ് ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസിപ്രേറ്റേഴ്സ്. ബിഫോർ ഇനി എന്താണ് ഈ മെർക്കുറി വേപ്പേഴ്സ് ശ്വസിച്ചാൽ തന്നെ നമുക്ക് എന്താണ് എന്തൊക്കെ ബ്രീതിങ് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മൾ നല്ല രീതിയിൽ മാസ്ക് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി ആയിരിക്കണം നമ്മള് മെർക്കുറി കേസസ് കംപ്ലീറ്റ് ആയിട്ട് ആ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കേണ്ടത്. ഓക്കെ. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. ഇനി ആ സ്പില്ല് നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് മാറ്റണം. എങ്ങനെയാണ്? യൂസിങ് മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽസ്. അല്ലെങ്കിൽ എന്താണ് മെർക്കുറി സ്പിൽ കിറ്റുകൾ ഉണ്ടാവും, അത് അബ്സോർബ് ചെയ്ത് മാറ്റുന്നതിനുള്ള മെർക്കുറി സ്പിൽ കിറ്റുകൾ ഉണ്ടാവും. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? അബ്സോർബന്റ് മെറ്റീരിയൽസുകളാണ്, അല്ലെ? ലൈക്ക് അബ്സോർബന്റ് പാർട്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഫ്രം സ്പ്രെഡിങ്. എത്രയും പെട്ടെന്ന് നമ്മൾ അബ്സോർബന്റ് പാഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ സ്പ്രെഡ് ആവാതിരിക്കുക, മെർക്കുറി സ്പ്രെഡ് ആവാതിരിക്കുക അബ്സോർബന്റ് പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് നീക്കം ചെയ്യുക. Then put the materials in a labeled hazardous waste bag or container for discarding. നമ്മൾ ഈ മാറ്റിയെടുത്ത ഈ വേസ്റ്റുകൾ സ്പില്ലേജ് വേസ്റ്റ് എന്ത് ചെയ്യണം? മെർക്കുറി വേസ്റ്റ് നമ്മളൊരു ലേബിൾ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് സാധനം, ഡേഞ്ചറസ് സ്പില്ലുകൾ മാറ്റുന്ന ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. സ്മോൾ സ്പില്ലേജ്, ഈ ചെറിയ സ്പില്ലേജ് ആണെങ്കിലോ switch the needleless syringe without a needle and dispatch for recycling. എന്താ പറയുന്നത്? If it is small spillage, sip the needleless syringe with a needle and dispatch for recycling. എന്താ അങ്ങനെ പറയുന്നത്? ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ, ചെറിയ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? യെസ്, നീഡിൽ റിമൂവ് ചെയ്തിട്ട് കളയണം, അല്ലെ? സിപ്പ് ദ നീഡിൽ ലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. ഇനി അവിടെ മെർക്കുറിക്ക് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ? മെർക്കുറി സ്പില്ലേജസിനെ ഉപയോഗിച്ച സാധനങ്ങൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലേ? ഓക്കെ. യെസ്.
ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എന്താണ് കണ്ടെയ്നർ സ്പില്ല് ചെയ്തു. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പില്ല് കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലെ? ക്ലീൻ അപ്പ് ദ സ്പിൽ. Use a mercury spill kit or other to the manufacturer's directly for the exact use of absorbent materials to clean up the spill. Be cautious not to spread the mercury during cleanup. Some hospitals follow all the mercury spill surfaces decontaminated with the 10% of sodium thiosulfate solution. Leave a window open to aerate after the cleanup. After making sure that all the mercury has been removed, continue normal vacuum and use the cleaned area for customary operations. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് മാനുഫാക്ചർ ഡയറക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട്. മെർക്കുറി സ്പിൽ കിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് തന്നെയായിരിക്കും നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. അതിൽ കൊടുത്തിരിക്കുന്ന അബ്സോർബന്റ് പാർട്സുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ല് നമ്മൾ ക്ലീൻ ചെയ്യുക. ഇനി അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി during cleanup, some hospitals follow the mercury spill surface decontaminated with the 10% sodium thiosulfate solution. മിക്ക ഹോസ്പിറ്റൽ എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് മെർക്കുറി വേസ്റ്റ് ഡിസിൻഫെക്ട് ചെയ്യുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോഡിയം തയോസൾഫേറ്റ് എന്ന കെമിക്കൽ ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മെർക്കുറി വേസ്റ്റ് ഹോസ്പിറ്റലുകൾ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്നത്. ഓക്കെ, അതിനുശേഷം സോഡിയം തയോസൾഫൈഡ് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ലീവ് എ വിൻഡോ ഓപ്പൺ ടു ദ ഏരിയ ആഫ്റ്റർ ദ ക്ലീനപ്പ്. അതായത് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിടുന്നു. ക്ലീനപ്പിന് ശേഷം ഒരു വിൻഡോ, അതായത് ഒരു ജനാല തുറന്നിട്ടിട്ട് ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ മെർക്കുറി ഹാസ് ബീൻ റിമൂവ്ഡ്. തുറന്നിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിൻഡോസ്. അതിന്റെ ഗന്ധം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ, ആ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിൻഡോ തുറന്നിടുന്നു. അതിനുശേഷം എന്താണ്? കണ്ടിന്യൂ നോർമൽ. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ വാക്കിംഗ് ചെയ്തിട്ട് പിന്നെന്താണ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മെർക്കുറി കംപ്ലീറ്റ് ആ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ക്ലീൻ ഏരിയ ഫോർ. പിന്നീട് എന്താണ് കസ്റ്റമറി ഓപ്പറേഷൻസ് അവിടെ സാധാരണ നടന്നിരുന്നത് പോലെ തന്നെ ആ റൂം നമുക്ക് പഴയ പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോ എന്തുപയോഗിച്ചുകൊണ്ടാണ് മെർക്കുറി സ്പില്ലേജ് വെസ്റ്റ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്? ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഏത് സൊല്യൂഷൻ ആണ്? 10% സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് ക്ലീനപ്പ് ചെയ്തതിനു ശേഷമാണ് എന്താണ് നോർമൽ വാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നോർമൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ റൂം ഉപയോഗിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തത്, ഇപ്പൊ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ക്ലീൻ കഴിഞ്ഞു, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം അല്ലെ? Dispose of waste. All materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. In നമ്മൾ ഈ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാൻ പോകണം അല്ലെ? എന്തിലേക്കാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? എന്നല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ലേബിൾഡ് ബാഗിലോ കണ്ടെയ്നേഴ്സിലോ, ലേബിൾ ചെയ്തിരിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ബാഗിലേക്കോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലേക്കായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. പ്രത്യേകം എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്? ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ്, ഹോസ്പിറ്റലിലെ ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻ റൂൾസ് ഒക്കെ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ. വേസ്റ്റ് ഡിസ്പോസ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? റിപ്പോർട്ട് ദ സ്പിൽ. സ്പിൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺ സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. Report the spill. Spill should be reported to the concerned staff for documentation and investigation. എന്താ പറയുന്നത്? ഈ ചോർച്ച അല്ലെങ്കിൽ ഈ സ്പില്ല് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണല്ലേ? കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റേഷൻ ആക്കിയിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ മെർക്കുറി സ്പില്ലേജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Report the spill should be reported to the concerned staff. Concerned ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്.
ഓക്കെ, ഇവിടെ നോക്കാം മെർക്കുറി സ്പില്ലേജ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ ഏരിയ നമ്മൾ എഡിറ്റ് ചെയ്യുക, ആ ഏരിയ നമ്മൾ ആ പ്രദേശം ഒഴിപ്പിക്കുക. ദെൻ എമർജൻസി കോളിന് എമർജൻസി സർവീസിന് വിവരം അറിയിക്കുക. ജ്വല്ലറി നമ്മള് ജ്വല്ലറീസ് ഒന്നും തന്നെ, പ്രത്യേകിച്ച് ഹാൻഡ്സിൽ കൈകളിലൊന്നും തന്നെ മറ്റ് ആഭരണങ്ങളൊന്നും തന്നെ ഇട്ടിട്ട് ഒരിക്കലും മെർക്കുറി ബേസിസുമായി കോണ്ടാക്ട് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണ്, മാൽബിൾ ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് മെർക്കുറി കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ അത് സമ്പർക്കം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മള് സ്പിൽ വേസ്റ്റ് എടുക്കേണ്ടത്. സ്പില്ല് നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സോർബൻ മെറ്റീരിയൽസ്, മെർക്കുറി അബ്സോർബൻ മെറ്റീരിയൽസുകൾ യൂസ് ചെയ്യുക. പിന്നെന്താണ്, നമ്മൾ കണ്ടെയ്ൻ ചെയ്ത സ്പില്ല് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹസാർഡസ് ലേബിൾഡ് ഹസാർഡസ് ബാഗിലേക്ക് നീക്കം ചെയ്യുക. പിന്നീട് എന്താണ്, ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഡിസിൻഫെക്ട് ചെയ്യുക. ഓക്കെ, അത് ആ മെർക്കുറി സ്പില്ലിന്റെ മണം അല്ലെങ്കിൽ മെർക്കുറിയുടെ ആ ഒരു ഗന്ധം ആ സ്പേസിൽ നിന്ന് പോകുന്നതിനായിട്ട് നമ്മളൊരു വിൻഡോ ഓപ്പൺ ചെയ്തിടേണ്ടതാണ്. അതിനുശേഷം നോർമൽ ആയിട്ട് അത് ക്ലീൻ ചെയ്തതിനു ശേഷം സാധാരണ ഉപയോഗിക്കുന്നത് പോലെ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ആ വേസ്റ്റ് കംപ്ലീറ്റ് വേസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ച് ലേബിൾഡ് ബയോഹസാർഡ് ബാഗിലേക്ക് നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ദെൻ അതിനുശേഷം കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് സ്പിൽ. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില്? ക്ലിയർ ആണ്. അടുത്തത് നോക്കാം, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. Sharp spillage wastes, which consist of needles, scalpels, and other sharp medical tools, can cause injury and infection to healthcare workers and others who may come into contact with it. Here are some steps of managing sharp spillage wastes. Sharp spillage ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? മൂർച്ചയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? നീഡിൽസ് വരാം, സ്കാൽപ്പൽസ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്കാൽപ്പൽസ് ഒരു കത്തി പോലെ ഇരിക്കുന്നതാണ് സ്കാൽപ്പൽസ്. എന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിലോ? ഇമേജ് കാണാൻ പറ്റുമെന്ന് നോക്കൂ. ഇത് കാണാമോ? കാണാമോ? യെസ്, ഇതാണ് കേട്ടോ സ്കാൽപ്പൽസ് എന്ന് പറയുന്നത്. നമ്മൾ റിമൂവ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഷാർപ്പ് ഒബ്ജക്ട്സ് ആണത്. ചിലർ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഷേപ്പിലും വരാറുണ്ട്, കത്തി പോലെ. Then other medical tools. ചിലപ്പോൾ നീഡിൽസ് വരാം, ബ്ലേഡ് വരാം, സിസേഴ്സ് വരാം, സ്കാൽപ്പൽസ് വരാം, അതർ മെഡിക്കൽ ടൂൾസ് അതിൽ ഉൾപ്പെടുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇതിന്റെ ബേസിസുകൾ വരാനുള്ള സാധ്യതകൾ ഇത്തരം ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ. അപ്പൊ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. കാരണം എന്താണ്, വളരെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കത് ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള, മുറിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതേഴ്സിനും എന്താണ് ഒരേപോലെ തന്നെ അപകടകരമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കണം ഷാർപ്പ് ഒബ്ജക്ട് വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യണം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്ടിങ് എക്യുപ്മെന്റ് അല്ലെ. ബിഫോർ അപ്രോച്ചിങ് ദി സ്പിൽ, പേഴ്സണൽ ഷുഡ് വെയർ സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്ടീവ് എക്യുപ്മെന്റ്. അപ്പൊ ഓരോന്നിനും നമ്മൾ ഓരോ PPE ഓരോ സൈസ്, ഇപ്പൊ മെർക്കുറി ഇടുന്ന സമയത്ത് റെസിപ്രേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു അല്ലെ. അതേപോലെ തന്നെ PPE വ്യത്യാസം വരാം. നമ്മൾ ഏത് സ്പില്ലേജ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്ടീവ് എക്യുപ്മെന്റ്സിൽ
എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം കേട്ടോ. യെസ്, സ്പില്ലുമായി അത് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വരുന്നത്? ഗ്ലൗസ്, puncture resistant containers to avoid contact with the waste and avoid injury. അപ്പൊ നമ്മള് ഷാർപ്പ് ഒബ്ജക്ട്സിൽ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, പ്രത്യേകിച്ച് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ അമൂർച്ചയുള്ള വസ്തുക്കളെ ഡിസ്പോസ് ചെയ്യുന്നത്. അത് അണ്ടർലൈൻ ചെയ്തതാട്ടോ. puncture resistant containers. വളരെ കെയർഫുൾ ആക്കി അതിലേക്ക് മാറ്റിയതിനു ശേഷം എന്താണ് നമ്മൾ ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൗസ് വെയർ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സുകള് വേസ്റ്റുകൾ എടുക്കാനായിട്ട്. ഓക്കെ, ദെൻ എടുത്തതിന് ശേഷം അത് പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റുക. ഇനി contain the spill. Use a puncture-resistant container to pick up carefully any sharps and put them a labeled biohazard bag or container for discarding. നമ്മൾ ആ ഒബ്ജക്ട്സുകൾ എന്ത് ചെയ്യണം? പൊട്ടി നീഡിൽസ്, ബ്ലേഡ് ഒക്കെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? അത് കെയർഫുൾ ആയിട്ട് കൊണ്ട് തന്നെ നമ്മൾ ആ ഷാർപ്പ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലേക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ അത് നീക്കം ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? ലേബിൾഡ് ബയോഹസാർഡ് ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ അത് ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ്. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് ബയോഹസാർഡ് ബാഗിലേക്ക് മാറ്റേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? ക്ലിയർ അപ്പ് ദ സ്പിൽ. സ്പില്ല് നമ്മൾ ക്ലിയർ ചെയ്യണം അല്ലെ. എങ്ങനെയാണ്? Uses disinfectant solution to clean the affected area completely. Stick the manufacturer's directives for the apt concentration and the contact time of the disinfectant. ഇനി നമ്മൾ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യണം, അണുവിമുക്തമാക്കേണ്ടത് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചർ ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് അണുനാശിനികൾ എടുത്താലും എന്താണ് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് തന്നെയായിരിക്കണം നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ആ സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതിനുശേഷം അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഇനി പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്ലീൻ ചെയ്തതിന് ശേഷം, ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്താണ്? Getting rid of waste. All materials that come into contact with the sharp spillage should be got rid of as dangerous waste in labeled biohazard bag or containers. ഇനി നമ്മൾ ആ വേസ്റ്റുകൾ എന്ത് ചെയ്യണം? എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? വേസ്റ്റുകള് എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഡേഞ്ചറസ് ബയോഹസാർഡ് ബാഗിലേക്ക് അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള ബയോഹസാർഡ് ബാഗിലേക്ക് നമ്മളത് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണത്? ആ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ നമ്മൾ വിമുക്തമാക്കേണ്ടതാണ്. ദെൻ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? റിപ്പോർട്ട് ദ സ്പിൽ. Spills should be detailed to the relevant staff personnel for documentation and investigation. ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സ്പില്ല് റിപ്പോർട്ട് ചെയ്യണം. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? Spill should be detailed to the relevant staff. ആ സ്പില്ലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് റെലവന്റ് സ്റ്റാഫിനോ അല്ലെങ്കിൽ സ്റ്റാഫ് പേഴ്സണൽക്ക് നമ്മൾ ഡോക്യുമെന്റേഷനും അല്ലെങ്കിൽ അനദർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതാണ്. ഏത് റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടാണ് നമ്മൾ റിപ്പോർട്ട്സുകൾ സമർപ്പിക്കേണ്ടത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വീണ്ടും പറയുന്നത് തന്നെയാണോ? വേണ്ടല്ലോ, ടീച്ചർ പറഞ്ഞില്ലേ എല്ലാ സ്റ്റെപ്പുകൾ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കണേന്ന്. ഓക്കെ, നമ്മളിപ്പോ മെർക്കുറി പറഞ്ഞു, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Chemical spillage waste management. Evaluate the state zone like minor or major spill. ഇപ്പൊ ഒരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്, കെമിക്കൽ സ്പില്ലേജിന്റെ ലീക്കേജസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. അത് മൈനർ ആണോ മേജർ ആണോ എന്ന് നമ്മൾ
ആദ്യം കണ്ടുപിടിക്കണം. എന്താണ് മൈനർ ഓർ മേജർ എന്ന് പറയുന്നത്? അത് വലുതാണോ ചെറുതാണോ എന്നല്ലേ? വലിയ കെമിക്കൽ സ്പില്ലേജ് ആണോ ചെറിയ കെമിക്കൽ സ്പില്ലേജ് ആണോ നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനുശേഷം ആയിരിക്കും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ യെസ്, evaluate the state zone like minor or major spill. Next, evict the area. അപ്പൊ നമ്മൾ സ്പിൽ ഏതാണെന്ന് തിരിച്ചു വന്നു, വലുതാണോ ചെറുതാണോ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്താണ് evict the area. ആ ഏരിയ നമ്മൾ ഒഴിപ്പിക്കണം. If the spill is important, evict the area and call emergency service. ആ സ്പിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസസിലേക്ക് വിവരം അറിയിക്കേണ്ടതാണ്. അതിനുശേഷം അത് ഒഴിപ്പിക്കേണ്ടത്. ആ ഏരിയ അല്ലെ ആ പ്രദേശം മൊത്തം ഒരുപാട് എന്തെങ്കിലും സ്റ്റാഫുകളോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ആ പ്രദേശം ഒഴിപ്പിക്കേണ്ടതാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? PPE വെയർ ചെയ്യുക അല്ലെ? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Person should use suitable personal protective equipment like gloves, goggles, respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മൾ PPE വെയർ ചെയ്യുമ്പോൾ ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് മറ്റ് എല്ലാ സാധനങ്ങളും എല്ലാ PPE തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ റെസ്പിറേറ്റേഴ്സ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ സ്മോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ചിലർക്ക് എന്താണ് റെസ്പിറേഷൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് തന്നെ ആയിരിക്കണം പേഴ്സണൽസ് വെയർ ചെയ്യേണ്ടത്. ചിലർക്ക് കെമിക്കൽ സ്മോക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ശ്വസിച്ചു കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള പൊതുസംരക്ഷണ ഉപകരണം, അതായത് റെസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഹലേഷൻ, കെമിക്കൽ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള റെസ്പിറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ PPE വെയർ ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് എന്താണ്? Contain the spill. Spill contain ചെയ്യണം. Use absorbent materials such as absorbent pads to contain the spill and prevent it from spreading. Place the materials in labeled dangerous waste bag of the container of discarding. നമ്മൾ സ്പില്ല് അബ്സോർബന്റ് മെറ്റീരിയൽസും പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ടെയ്ൻ ചെയ്യണം. ദെൻ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ പാഡ്സുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. പിന്നീട് ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? നമ്മളൊരു ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലോ ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, അതാണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുന്നത്. ഇനി സ്പില്ല് കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം വരുന്നത് നമുക്ക് ആ ഏരിയ ക്ലീൻ ചെയ്യുക എന്നതാണ് അല്ലെ? ക്ലീൻ അപ്പ് ദ സ്പിൽ. Clean up the spill. Use suitable spill kit or stick to the manufacturer's directives for the exact use of absorbent material to clean up the spill. Be cautious not to spread the chemical at the time of cleaning up. Cleaning up എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ സൂട്ടബിൾ ആയിട്ട് സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചർ ഡയറക്ഷൻസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് ആ ഏരിയ എന്ത് ചെയ്യണം? ഡിസിൻഫെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, കെമിക്കൽ ആ സമയത്ത് കെമിക്കൽസ് പകരം സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ദെൻ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസിൽ നമ്മൾക്ക് പിന്നെയും എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. ഡിസ്പോസ് എങ്ങനെ ചെയ്യും? നമ്മള് dispose of waste. All materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled or containers. Other to local, state and federal regulations for the disposal of dangerous waste. നമ്മളപ്പോ ഈ കെമിക്കൽ വേസ്റ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ബാഗിലേക്ക് മാറ്റിയേണ്ടതാണ് അല്ലെ? അല്ലെങ്കിൽ ലേബിൾഡ് ബാഗ്സിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ നമ്മളിത് മാറ്റിയതിനു ശേഷം ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? കെമിക്കൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് നമ്മൾ കൺസേൺ സ്റ്റാഫിന് ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആദ്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവാലുവേറ്റ് ദ സ്റ്റെയിൻ ലൈക്ക് മൈനർ ഓർ മേജർ. നമ്മൾ നോക്കുന്ന ഈ സ്പില്ലേജ്, കെമിക്കൽ സ്പില്ലേജ് വലുതാണോ ചെറുതാണോ എന്നാണ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ മതി, വലുതാണെങ്കിൽ എന്താണ് എമർജൻസി സർവീസസിന്റെ ആവശ്യം നമുക്ക് ആവശ്യമായി വന്നേക്കാം അല്ലെ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതിൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട് കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നീട് നമ്മൾ ആ ഏരിയ ഒഴിപ്പിക്കുന്നു.
ദെൻ എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുന്നു. PPE വെയർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എന്താണ് PPE വെയർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ കെമിക്കൽസും സ്മോക്കുമായിട്ട് ഇടപെടുന്നത്. ദെൻ ആ സ്കിൽ അബ്സോർബർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ടത് എന്താണ് ഡേഞ്ചർ സ്പേസ് ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ ഏരിയ നമ്മളെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയ സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട്. ദെൻ ഈ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ സ്റ്റേറ്റിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് കൊണ്ട് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഡേഞ്ചറസ് സ്പേസ് ബയോഹസാർഡ് ബാഗിലേക്ക് നമ്മളിത് ഡിസ്പോസ് ചെയ്യുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കൺസേൺ സ്റ്റാഫ് വർക്കറുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനുള്ള റിപ്പോർട്ടുകൾ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് മാറി കിടക്കുന്നുണ്ട്. മൈനർ നോക്കി, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ല്. നമ്മൾ പറഞ്ഞല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലുതാണോ ചെറുതാണോ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? മൈനർ. മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സ്പില്ലേജ് ആണ് അല്ലെ, ചെറിയ സ്പില്ലേജ് ആണ്. അപ്പൊ അവിടെ പറയേണ്ടത് എന്താണ്? ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ മതി. പക്ഷെ മേജർ സ്പില്ലേജ്, വലിയൊരു കെമിക്കൽ സ്പില്ലേജസ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റിലും അങ്ങനെ മാറിക്കിടക്കുന്നത് കേട്ടോ. അപ്പൊ മൈനർ ആണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ് ഇപ്പുറത്ത് വരുന്നത് കണ്ടോ. മേജർ ആണെങ്കിലാണ് നമ്മൾ അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഇപ്പൊ മേജർ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ എന്ത് വരണം? അതർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് സേഫ്റ്റി ഓഫീസേഴ്സിനെ അറിയിക്കണം. മൈനർ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ എന്താണ്? നോട്ടിഫൈ അതേഴ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ് കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ 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 ശരി. അപ്പൊ നമ്മൾ എന്താണ് മൈനർ, നമുക്ക് ഓരോ സ്റ്റേജ് വെച്ച് നോക്കാം. മൈനർ ആണെങ്കിൽ നമ്മൾ അതേഴ്സ് നോട്ടിഫൈ അതേഴ്സിന് നമ്മൾ ആ വിവരം അറിയിക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? ഐസൊലേറ്റ് ഏരിയ ഡൺ PPE. ആ ഏരിയ നമ്മൾ ഒഴിപ്പിച്ചതിന് ശേഷം PPE വെയർ ചെയ്യുന്നു. പിന്നെന്താ? കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബഡ് ബാഗ്സ്. പിന്നെ ആ സ്പില്ല് നമ്മൾ എന്താണ് സ്പില്ല് കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തെടുക്കുന്നത് ആസിഡോ അല്ലെങ്കിൽ ആൽക്കലിയോ ഉപയോഗിച്ചുകൊണ്ട് അബ്സോർബന്റ് ബാഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യുന്നു? സ്പില്ല് കണ്ടെയ്ൻ ചെയ്തെടുക്കുന്നത് അല്ലെ, സ്പില്ലുകൾ മാറ്റുന്നു. അതിനുശേഷം ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് അനുസരിച്ച് നമ്മൾ പഠിച്ച പോലെ എങ്ങനെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ഡേഞ്ചറസ് ആയിട്ടുള്ള ബയോഹസാർഡ് ബാഗ്സിലേക്ക് നമ്മളത് എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റ് നമ്മൾ മാറ്റുന്നു. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ആ ഏരിയ നമ്മൾ എന്താണ്? ഡിസ്ഇൻഫെക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അണുമുക്തമാക്കുന്നു. പിന്നെ എന്താണ്? റേസ് ഇൻസിഡ് ഫോംസ്. റേസ് ഇൻസിഡ് ഫോംസ് എന്താണ്? റേസ് ഇൻസിഡ് ഫോംസ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. ലാസ്റ്റ് വില്ലേജ് വേസ്റ്റിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇൻസിഡന്റ് ഫോംസ് എന്താണ്? നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് പറഞ്ഞില്ലേ? യെസ്, അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ട് ആക്കിയിട്ട് കൺസേൺ സ്റ്റാഫിൽ നമുക്കത് സമർപ്പിക്കുക. അതാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ഇഫ് സ്പില്ലേജ് ഈസ് മൈനർ ആണെങ്കിൽ. ഓക്കെ, യെസ്. ഇനി ഇത് മേജർ ആണെങ്കിലോ? മേജർ സ്പില്ലേജ് ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വിവരം അറിയിക്കുക. ദെൻ പ്ലേസ് എവിക്ട് ചെയ്യുക ഏരിയ. ദെൻ പ്രിവെന്റ് അതർ ഫ്രം എന്ററിംഗ് ദ ഏരിയ. ആ പ്രദേശത്ത് നിന്ന് മറ്റാരെയും നമ്മൾ കയറ്റി വിടാനായിട്ട് പാടില്ല. അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം ആ ഏരിയ എന്ന് പറയുന്നത്. പിന്നെന്താ? വാച്ച് ഫോർ ഫയർ ഇഫ് flammable chemicals and managed properly. Watch for fire if flammable chemicals and managed properly. ഈ കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ്? തീ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോ അതിജ്വാലയൊക്കെ ഭയങ്കരമായിട്ടുള്ള തീ നല്ല രീതിയിൽ പൊട്ടിപ്പടരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. എന്ത് ചെയ്യണം? ജ്വാല നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് തീ അണയ്ക്കേണ്ടതാണ്. ഓക്കെ, കെമിക്കൽസിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തീ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത്തരത്തിൽ അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രോപ്പർ മാനേജ് ചെയ്തിട്ട് തീ അണയ്ക്കേണ്ട സംവിധാനങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ തീ കെടുത്തേണ്ടതാണ്. ഓക്കെ, യെസ്, ഇത് മേജർ സിറ്റുവേഷൻ ആണെങ്കിലാണ് കേട്ടോ. മൈനർ ആണെങ്കിൽ അപ്പോഴത്തേക്കും അപകട സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മൈനർ ആണെങ്കിൽ. മേജർ ആണെങ്കിൽ മാത്രം നമ്മുടെ ഇതിൽ അപകട സാധ്യത ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ ഫ്ലോ ചാർട്ട്? ഓക്കെ, ഈ റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ റിപ്പോർട്ട് സ്പില്ലിൽ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോട്ടെ. ഇനി പിന്നീട് വായിക്കുമ്പോൾ സംശയം ഒന്നും തോന്നണ്ട കേട്ടോ. റേസ് ഇൻസിഡന്റ് ഫോംസിന്റെ നേരെ റിപ്പോർട്ട് സ്പില്ലിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, അടുത്തത് റേഡിയോ ആക്റ്റീവ് സ്പിൽ. അടുത്ത ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പഠിച്ചു, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചു, ഷാർപ്പ് ഒബ്ജക്ട് സ്പില്ലേജ് പഠിച്ചു. പിന്നെ ഏതായിരുന്നു? chemical spillages, like chemical spillage. Then fifth one, radioactive spillage waste management. Yes, radioactive spillage waste management. Radioactive spill can be dangerous to human health and the environment. Steps to be taken for managing radioactive spillage waste. Okay, so ഇതും എന്താണ്? റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ വലിയ ഇത്തരം ബേസിസുള്ള മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ്? ഹ്യൂമൻ ഹെൽത്തിനെയും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും ഒരേപോലെ അപകടമായിട്ടുള്ള സ്പില്ലേജസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഈ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്? Evacuate the area. If the spill is notable, evacuate the area and call emergency services. നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രദേശം ഒഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ഒഴിപ്പിച്ചതിന് ശേഷം എമർജൻസി സർവീസസിന് നമ്മൾ വിവരം അറിയിക്കുക. Then wear protective equipment. Then person should use personal protective equipment PPE such as gloves, goggles and respirators before going to the spill to avoid connection with the radioactive materials and prevent. നിങ്ങളുടെ ടെക്സ്റ്റില് contain the spill എന്ന് കിടക്കുന്നുണ്ടോ? പോയിന്റ് contain the spill. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് കേട്ടോ, അത് ചിലപ്പോ വരാനതായിരിക്കും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് മാനേജ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്പില്ല് കണ്ടെയ്ൻ ചെയ്യാൻ യൂസ് അബ്സോർബൻ മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട്, അബ്സോർബൻ പാഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് മാറ്റിയേണ്ടതാണ്. ദെൻ പുട്ട് ദ മെറ്റീരിയൽ, പുട്ട് എന്നാണ് ഇവിടെ PAT നടക്കുന്നത്. പുട്ട് ദ മെറ്റീരിയൽ in a labeled radioactive waste bag and discard disposal. അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഏത് ബാഗിലേക്കാണ് മാറ്റേണ്ടത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കാണ് ഇത് മാറ്റേണ്ടത്. ടെക്സ്റ്റില് പുട്ടെന്നാണോ? പുട്ടെന്നാണ് കേട്ടോ, PUT പുട്ട്. അത് തിരുത്തിയാൽ മതി. പാട്ടെന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? പുട്ടാണ് കേട്ടോ, PUT. ഓക്കെ, നമ്മള് ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലേക്കായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, അത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഇനി clean up the spill. Use suitable spill kits or other to the manufacturers directly for the proper use of absorbent materials to clean up the spill. Cautions not spread to radioactive material during cleanup. ഇതിനുശേഷം അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്പിൽ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനുഫാക്ചറിംഗ് ഡയറക്ഷൻസ് അനുസരിച്ച് വേണം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ മെറ്റീരിയൽസുകൾ ഡിസ്കാർഡ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്? ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളത് മാനേജ് ചെയ്യാനായിട്ട്. ദെൻ ക്ലീൻ ചെയ്ത സ്പില്ല് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പോസ് ചെയ്യാൻ പോവാണ് അല്ലെ. ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. All materials that come into contact with the radioactive material should be discarded as a radioactive waste label bags or containers. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉള്ള വേസ്റ്റ് ബാഗിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. മാത്രമല്ല ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്.
Then last one, report the spill. Spill should be intimated to the concerned staff for documentation and investigation. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യണം, റേഡിയോആക്റ്റീവ് സ്പില്ലേജുമായി ബന്ധപ്പെട്ട് കൺസേൺ സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ, യെസ്. ഓക്കെ ടീച്ചർ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഇത് ഇത്രയും മാത്രം ഓർത്താൽ മതി. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേസ്റ്റ് ഏതാണ്? സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. ലബോറട്ടറി ഏരിയാസിലെ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ്, ഇതേപോലെ തന്നെയാണോ ക്ലീൻ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂസ് PPE. ലാബിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ലാബിൽ എങ്ങനെയായിരിക്കും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യൂസ് PPE. ഏതൊക്കെ PPE ആണ് ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക്. ഓക്കെ, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഏതൊക്കെയാണ്, PPE ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ലാബിൽ ഉപയോഗിക്കുന്നത് ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക്. ഓക്കെ, മാസ്ക് എന്നാണ് കേട്ടോ. മാസ്ക്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. മാർക്ക് എന്നാണ് അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആയിരിക്കും ഇപ്പൊ. ഓക്കെ, അടുത്തത് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ബക്കറ്റ് ഏരിയ. ഇത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടോ ടെക്സ്റ്റ്? നിങ്ങളുടെ ടെക്സ്റ്റില് ഫസ്റ്റ് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് എന്നാണോ? അങ്ങനെയാണോ? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് നോട്ടിഫൈ എന്നാണോ യൂസ് PPE എന്നാണോ കിടക്കുന്നത് പിള്ളേരെ? യൂസ് PPE എന്നാണോ? ഓക്കെ, ആണല്ലേ. നോട്ടിഫൈ എന്നാണോ? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ശരിക്കും നോക്കുമ്പോ ശരിക്കും നോട്ടിഫൈ ഓൾ പേഴ്സൺസ് എന്നല്ലേ വേണ്ടത് ഫസ്റ്റ്? അതാണോ ഇതാണോ വേണ്ടത് ആദ്യം? ഇത്രയും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതിൽ ഏതായിരിക്കും ആദ്യം വരേണ്ട പോയിന്റ്? നോട്ടിഫൈ ഫസ്റ്റ് വരണം അല്ലെ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോട്ടിഫൈ എന്നാണെന്നുള്ളത് ഒന്നില്ല, മറ്റേത് രണ്ടെന്നൊരു നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, അതെന്തായാലും ചോദിച്ചില്ല, ശ്രദ്ധിച്ചില്ലല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ബക്കറ്റ് ഏരിയ. ആ ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആൾക്കാരെ നമ്മുടെ പേഴ്സൺസിനെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ PPE വെയർ ചെയ്തുകൊണ്ട് ലാബ് കോട്ട്സ്, കെമിക്കൽ ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സ്പില്ലിലേക്ക് മാനേജ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതാണ്. Then cover the spill with absorbent materials drenched in dry disinfectant. നോട്ടിഫൈ എന്നുള്ള പോയിന്റ് ഇല്ല, അപ്പൊ എഴുതി വെച്ചോളൂ കേട്ടോ. ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതിയെടുത്തോളൂ. ടെക്സ്റ്റിൽ ഇല്ലാത്തവര് അത് നോക്കി പോയിന്റ് എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് വരുന്നത് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ബക്കറ്റ് ഏരിയ. അത് കഴിഞ്ഞിട്ടാണ് യൂസ് PPE വരേണ്ടത്. പ്രിന്റിംഗിൽ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ നിങ്ങള്. ഓക്കെ, അതിന്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? സെപ്പറേറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ചിലവരുടെ പോയിന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. ചിലവരിൽ ആദ്യം വന്നിട്ടുണ്ടോ, ചിലപ്പോൾ രണ്ടാമത് വന്നിട്ടുണ്ടോ. ഇനി എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് അല്ലെ? ഓക്കെ, ഇനി ലബോറട്ടറി വേസ്റ്റ് എങ്ങനെയാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ, 80% എത്തനോൾ. എന്ത് ഡിസിൻഫെക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലബോറട്ടറി വേസ്റ്റ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? hypochlorite solution with the concentration of 1.0 available chlorine. ഇതിലെ hypochlorite solutionൽ എത്ര പെർസെന്റേജ് ക്ലോറിൻ ഉണ്ടായിരിക്കും? അതിൽ 1.0% ക്ലോറിനും 80% എന്തായിരിക്കും? എത്തനോളും ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് ഈ ഒരു ഡിസിൻഫെക്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ലബോറട്ടറി സ്പില്ലേജസ് ഡിസിൻഫെക്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തതാട്ടോ.
hypochlorite solution with the concentration of 1.0% available chlorine. അതിൽ 1.0% chlorine ഉണ്ടായിരിക്കും, 80% എന്തുണ്ടായിരിക്കും, എത്തനോളുമായിട്ട് എന്തുണ്ടായിരിക്കുക, hypochlorite സൊല്യൂഷന്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ലബോറട്ടറി വേസ്റ്റസ് നമ്മളെ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ഡിസിൻഫെക്ട് സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലീവ് 10 to 30 minutes after pouring disinfectant solution around the spill. Rub the nearby area using disinfectant solution. Clean up the spillage and disinfectant solution and shift all polluted material to an appropriate waste container. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു 10 to 30 minutes നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യണം? Pouring disinfectant solution around the spill. ലീവ് ചെയ്ത് വിടാം അല്ലെ, ആ ഏരിയ നമ്മൾ ലീവ് ചെയ്ത് വിടണം അല്ലെ. പോറിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പോറിംഗ് ഒഴിക്കുക എന്നുള്ള മീനിങ്. എന്താണ് ഒഴിക്കേണ്ടത്? ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ ഏരിയ നമ്മളത് ലീവ് ചെയ്ത് വിടാൻ, അതിനുശേഷം റബ് ചെയ്യാം അല്ലെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ ഡിസിൻഫെക്റ്റ് സൊല്യൂഷൻ ഒഴിച്ച് 30 minutes വരെ എന്താണ് അതവിടെ വെന്ത് വിട്ടു. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ റബ് നിയർ ബൈ ഏരിയ യൂസ് ഡിസിൻഫെക്റ്റ് സൊല്യൂഷൻ. റബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ നമ്മളത് വാഷ് ചെയ്തെടുക്കുക അല്ലെ. നല്ല രീതിയിൽ ആ ബ്രഷസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റബ് ചെയ്ത് മാറ്റാം. റബ് ചെയ്യുന്ന തരത്തിലേക്ക് കൈ കൊണ്ട് നമ്മളാണ് മില്ലിയൻ ബ്രഷസ് ഉപയോഗിച്ചുകൊണ്ടിട്ട് റബ് ചെയ്യാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ക്ലീൻ ദ സ്പില്ലേജ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആൻഡ് ഷിഫ്റ്റ് ആൻഡ് പൊല്യൂട്ടഡ് മെറ്റീരിയൽ ടു വൺ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നർ. പിന്നെ നമ്മൾ പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഏത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിലാണോ മാറ്റേണ്ടത്, അതായത് ലബോറട്ടറി വേസ്റ്റസ് മാറ്റുന്ന കണ്ടെയ്നേഴ്സിലേക്ക് നമ്മളത് ആ വേസ്റ്റസിൽ സ്പില്ലേജസ് മാറ്റേണ്ടതാണ്. ഇനി ഇഫ് ദ spillage is huge or include extremely infectious microorganism, cabinet may be need to be decontaminated with the formaldehyde gas by qualified staff before further use raised incident forms. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? If the spillage is huge or include, huge എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂജ് വലുതാണോ ചെറുതാണോ? വലിയ രീതിയിലുള്ളതാണെങ്കിൽ, സ്പില്ലേജ് വലിയ രീതിയിലാണെങ്കിൽ എന്താണ് അതില് എന്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? ഇൻക്ലൂഡ് എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം അല്ലെ, അതിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? ക്യാബിനറ്റ് മേ ബി നീഡഡ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് കളയുന്ന അതിന്റെ ഓതറൈസേഷൻ ആണ് പറഞ്ഞത് അല്ലെ. അവരെ എന്താ ചെയ്യേണ്ടത്? ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. എക്സ്ട്രീംലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അതിലുണ്ടെങ്കിൽ, ഹ്യൂജ് ആണ് സ്പില്ലേജ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് അല്ലെ, ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത്, പ്രത്യേകിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഗ്യാസ് ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യണം? ആ സ്പില്ലേജ് കൃത്യമായിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്താണ്? റൈസ് ഇൻസിഡൻസ് ഫോംസ് റിപ്പോർട്ട്, അതുമായി ലബോറട്ടറി സ്പില്ലേജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. ഒന്ന് പറയുമെന്ന്, ലബോറട്ടറി സ്പിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? PPE ഉപയോഗിച്ച് ഫസ്റ്റ് നോട്ടിഫൈ എല്ലാവരും അറിയിക്കേണ്ടതാണ്. ദെൻ ആ ഏരിയ വെക്ട് ചെയ്യുക, ദെൻ PPE വെയർ ചെയ്യുക, ദെൻ കവർ ദ സ്പിൽ വിത്ത് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് ആയിട്ട് ഡിസിൻഫെക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വിത്ത് concentration of 1.0% available chlorine and 80% ethanol. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? 10-30 minutes അത് ലീവ് ചെയ്തിടുക അല്ലെ. കഴുകിയതിനു ശേഷം അത് ഒഴിച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് വിടുക. പിന്നെ അതിനുശേഷം അതിനെ റബ്ബ് ചെയ്യേണ്ടത്. ദെൻ ആ ഏരിയയിൽ നമ്മൾ വേസ്റ്റസ് എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഹ്യൂജ് ആയിട്ടുള്ള സ്പില്ലേജ് ആണെങ്കിൽ, ഈ ലബോറട്ടറി ഏരിയയിലെ വേസ്റ്റസ് ഹ്യൂജ് ആണെങ്കിൽ എന്താണ്? എക്സ്ട്രീംലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഓക്കെ,
മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. സിക്സ്ത് സ്പില്ലേജ് വേസ്റ്റില് ക്യാബിനറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ആ റൂമാണ് കേട്ടോ. അപ്പൊ ലാബിനെയാണ് ആ ക്യാബിനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ഏതെങ്കിലും ലബോറട്ടറിയുടെ ഏതെങ്കിലും ഒരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ റൂം, ഇത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അതാണ് നമ്മളിവിടെ ക്യാബിനറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് കൂടി പറഞ്ഞേക്കാം. നമുക്ക് കംപ്ലീറ്റ് ആവുമല്ലോ. സെയിം സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റെപ്സ് ടു ദ ടേക്കൻ ഫോർ മാനേജിംഗ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആർ യൂസ് personal protective equipment. Persons should use suitable PPE like gloves, goggles, and respirators before going to the spill. Prevent contact with dangerous substances. Okay. Then അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ contain the spill. Use absorbent materials such as spill kits to contain the spill and prevent from spreading. Put the materials in a labeled hazardous bag of container for disposal. മെറ്റീരിയൽസിൽ എന്താണ് നമ്മൾ അബ്സോർബന്റ് പാരസിൽ ഉപയോഗിച്ചിട്ട് ലേബിൾഡ് ഹസാർഡ് ബാഗിലേക്ക് അത് കണ്ടെയ്ൻ ചെയ്യുക, സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യുക. ക്ലീൻ അപ്പ് ദ സ്പിൽ, അബൈഡ് ബൈ ദ മാനുഫാക്ചർ ഡയറക്ഷൻസ്. അതായത് അബൈഡ് മീൻസ് പാലിക്കേണ്ടത്. മാനുഫാക്ചർ ഡയറക്റ്റീവ്സ് അനുസരിച്ചുള്ള നമ്മൾ എന്താണ് അബ്സോർബ് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യുക. ബി കോഷ്യസ് നോട്ട് സ്പ്രെഡ് ദ ഫാർമസ്യൂട്ടിക്കൽ ഡ്യൂറിംഗ് ക്ലീൻ അപ്പ്. ഒരിക്കലും സ്പ്രെഡ് ആവാത്ത രീതിയിലായിരിക്കും നമ്മളത് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഡിസ്പോസ് വേസ്റ്റ്. All materials come into contact with the pharmaceutical should be discarded as hazardous waste in labeled bags or containers. Follow local, state, and federal regulations for disposal of hazardous waste. State rules and regulations അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ലേബിൾഡ് ആയിട്ടുള്ള ബാഗ്സിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. Then report the spill. Spills should be intimated to the concerned personnel for documentation and investigation. Okay. Pharmaceutical spillage waste മനസ്സിലായോ? വീണ്ടും പറയണോ അത്? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും പോയിന്റ്സ് നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എല്ലാ സ്റ്റെപ്സുകളും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇത്രയും പേജുകൾ കവർ ചെയ്തത് കേട്ടോ. എല്ലാ വേസ്റ്റസും ധൃതി പിടിച്ചെടുത്തതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പിന്നെ എടുക്കാൻ അങ്ങനെ പോട്ടെ നോക്കിട്ട് എടുത്തത്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പില്ലേജ്. ഓക്കെ ശരണ്യ, ടൈപ്സ് ഓഫ് സ്പില്ലേജ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകൾ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനുള്ള പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ റെഗുലേറ്ററി വേസ്റ്റ് മാനേജ്മെന്റിന്റെ കുറച്ച് ഫ്രെയിം വർക്ക്സുകൾ വരുന്നുണ്ട്, കുറെ ആർട്ടിക്കിൾസ് ആക്ടുകളൊക്കെ വരുന്നത്, അതൊക്കെയാണ് ഇനി ഭാഗത്ത് വരുന്നത് കേട്ടോ. എളുപ്പമാണ്, നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഭാഗ്യമുണ്ട്, ക്ലാസ് കട്ടായില്ല. ചില ക്ലാസ്സിൽ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചൊക്കെ തുടങ്ങിയോ നിങ്ങൾ? റിവിഷനൊക്കെ തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. പഠന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. ഓക്കെ, which is the first step of mercury management? First step എന്താണ്?
ശ്രുതി ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ടീച്ചർ ചോദിച്ചത്, ഫസ്റ്റ് ടൈപ്പ് അല്ല കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് അല്ലെ. ടൈപ്പ് കറക്റ്റ് ആയിട്ടൊന്നും പഠിക്കണമെന്നില്ല കേട്ടോ, ടൈപ്സുകൾ ഇപ്പൊ ഓർഡറിൽ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, എവിക്ത ഏരിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിക്ത ഏരിയ ആണ് അല്ലെ. ഓക്കെ, ഓക്കെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഏത് കെമിക്കൽ ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് അണുവിമുക്തമാക്കുന്നത്? ഏത് കെമിക്കൽ ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്? 10% സോഡിയം തയോസൾഫേറ്റ്. ഓക്കെ, മൈക്ക് ഓൺ ആണോ? പറഞ്ഞോ വേണമെങ്കിൽ. ഓക്കെ, യെസ്. ഷാർപ്പ് സ്പില്ലേജ് ബേസിസില് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഷാർപ്പ് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഷാർപ്സ് ഓണല്ലേ? ഷാർപ്പ് സ്പില്ലേജ് ബേസിസിൽ എന്തൊക്കെ വരുന്നത്? എന്തൊക്കെ ടൂൾസുകളാണ് വരുന്നത്? and other sharp medical tools. Okay, yes. നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സുകള് ഏത് കണ്ടെയ്നേഴ്സിലേക്കാണ് റിമൂവ് ചെയ്യുന്നത്? Resistant containers. Yes. Yes, what is the first step of chemical spillage management? Chemical spillage management le pest management first step ennaanu? Evaluate the system like minor or major. Like minor or major. Okay. ഇതൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, ഇതിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. വരുന്നുണ്ടെങ്കിൽ ഇതിലെ കെമിക്കൽ സ്പില്ലേജിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ ഏത് കണ്ടെയ്നേഴ്സിലേക്കാണ് മാറ്റുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് മാർക്ക് പോരുത് കേട്ടോ. ലേബിളിന്റെ ബാഗ് മാത്രം എഴുതി കണ്ടാല് മാർക്ക് ചെയ്യരുത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലാണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ലബോറട്ടറി ഏരിയയിൽ നമ്മൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്നത്, സ്പില്ല് ഡിസിൻഫെക്ട് ചെയ്യുന്നത് ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്? Hypochlorite sodium with concentrated of 1.0% available, chloride 80% of ethanol. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എത്ര മിനിറ്റ്സ് നമ്മളിത് ലിവ് ചെയ്യണം ആ റൂം? 10 to 30 minutes. ഇനി ഈ സ്പില്ലേജ് ലബോറട്ടറി സ്പില്ലേജ് ഹ്യൂജ് ആണെങ്കിൽ ഏത് ഡീകണ്ടാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത്? Formaldehyde gas. Yes, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, miss.